ഹലോ! ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സിദ്ധുവിന്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മളിപ്പോൾ അല്ലെ? പ്രേക്ഷകരുടെ ആ ഒരു ഇഷ്ടം പോലെ അവർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണെങ്കിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമ്മുടെ സിദ്ധു തുടർന്ന് അഭിനയിക്കണം എന്നുള്ളതാണ്. മനുഷ്യനായാൽ ഒരു പ്രാവശ്യമെങ്കിലും തെറ്റ് പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാകില്ലല്ലോ. ആ ഒരു തെറ്റ് അവനോട് നമ്മുടെ സിദ്ധാർത്ഥിനോട് ക്ഷമിച്ചിട്ട് തിരികെ നമ്മുടെ സിദ്ധുവായിട്ട് ഇതിലേക്ക് വീണ്ടും കൊണ്ടുവരണം എന്നുള്ളതൊരു അഭ്യർത്ഥന തന്നെയാട്ടോ നമ്മളെ പ്രേക്ഷകർക്കും അല്ലെ? നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? ആദ്യത്തെ ദിവസം ഞാനിങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ പ്രഭുവിന്റെ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇവനെ മാറ്റണം, ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത്തരക്കാരനാണെന്ന് വിചാരിച്ചില്ല എന്നാണ്. പക്ഷെ പതുക്കെ പതുക്കെ പ്രേക്ഷകർ ഇങ്ങനെ എന്താ പറയാ അതിനോട് ഇങ്ങനെ പൊരുത്തപ്പെട്ടു തുടങ്ങി. കാരണം മനുഷ്യനായാലും ഒരു തവണയെങ്കിലും തെറ്റ് പറ്റുമല്ലോ, സിദ്ധാർത്ഥനോട് ക്ഷമിച്ചേക്ക്, ഉപ്പുമുളകിൽ സിദ്ധു ഇല്ലാതെ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം ലച്ചുവിനും സിദ്ധുവിനും അത്രയ്ക്കും പ്രേക്ഷകർ നെഞ്ചിലേറ്റി കഴിഞ്ഞ ഒരു പെയറായിരുന്നു അല്ലെ? അപ്പൊ അതിൽ നിന്നും നമ്മുടെ സിദ്ധു പെട്ടെന്ന് കൊഴിഞ്ഞു പോകുക എന്നുള്ളത് പ്രേക്ഷകർക്ക് ഭയങ്കര അവിശ്വസനീയ ഒരു കാര്യം തന്നെയാണ്. പുതിയ സിദ്ധു വന്നാൽ കൂടിയും, ഇനി ആദ്യത്തെ നമ്മുടെ സിദ്ധുവായിട്ട് അഭിനയിച്ച ഡെയിൻ വന്നാൽ കൂടിയും ഈ ഒരു സിദ്ധുവിന്റെ എത്രയും എത്തും എന്നതിൽ ഭയങ്കര സംശയം തന്നെ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രയ്ക്കും ആ ഒരു മാജിക്കൽ പെയർ ആയിട്ട് മുന്നോട്ട് പോകുകയായിരുന്നു നമ്മുടെ ലച്ചുവും സിദ്ധുവും അല്ലെ? അപ്പൊ ഇനി നമ്മുടെ സിദ്ധു വന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു ക്ഷമാപണമൊക്കെ നടത്തി തിരികെ ഉപ്പുമുളകിലും നിലനിൽക്കണം എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ ഒരു അഭിപ്രായം അല്ലെ? അങ്ങനെ തന്നെ ആവട്ടെ. നിങ്ങൾക്കും അത് തന്നെയല്ലേ വേണ്ടത്? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. നമ്മുടെ സിദ്ധു ഉപ്പുമുളകിൽ നിൽക്കണോ, അല്ലെങ്കിൽ ഈ ഒരു തെറ്റിന്റെ പേരിൽ നമ്മുടെ സിദ്ധു ശിക്ഷ ഏൽക്കണോ? ഒന്ന് കമന്റ് ചെയ്യണേ. കാത്തിരുന്ന് തന്നെ കാണോട്ടപ്പെടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.